നിനക്കിവിടെ അതിന് മാത്രം എന്താ ജോലി വയ്യാന്ന് പറയാനായിട്ട്? ഒരമ്മയെ കഴിഞ്ഞാൽ നമ്മളെ ലൈഫിൽ ഇത്രക്ക് ഈർഷ്യം വരുന്ന വേറൊരു ചോദ്യമില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഒരു ഐഡിയൽ മമ്മി ആയിരുന്നു എന്നായിരുന്നു കേട്ടോ എൻ്റെ വിചാരം. കുറച്ചു കാലം ഞാൻ വർക്ക് ചെയ്തു ആഫ്റ്റർ മാരേജ്. പിന്നെ ബേബി കൺസീവ് ആയി കഴിഞ്ഞപ്പോൾ എല്ലാം ഡ്രോപ്പ് ചെയ്തു ആസ് യൂഷ്വൽ. അങ്ങനെ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഹസ്ബൻഡ് പെട്ടെന്ന് ഏർലി റിട്ടയർമെൻ്റ് എടുക്കുന്നത്. നാട്ടിലേക്ക് വന്നു. ഞാനൊന്നും പറഞ്ഞില്ല. പക്ഷേ പതിയെ എനിക്കൊരു ടെൻഷൻ വരാൻ തുടങ്ങി. ഞാൻ സംസാരിച്ചു. അപ്പോൾ ആളെന്നോട് പറഞ്ഞു, ഞാൻ ജോലി ഓൾറെഡി ചെയ്തില്ലേ, ഞാൻ ആവശ്യത്തിന് സമ്പാദിച്ചില്ലേ, വീടും കാറും ഒക്കെ ആയില്ലേ, ഇനി വേണമെങ്കിൽ നീ ചെയ്യ്. തമാശയിലാണ് ആളെന്നോട് പറഞ്ഞത്. പക്ഷെ എനിക്ക് അപ്പം വന്ന ആ ഒരു ഫീലിംഗ് ഉണ്ട്, ഒരു അടി കിട്ടിയ പോലെ എന്ന് പറയില്ലേ. കാരണം ബേബി കൺസീവ് ആയത് മുതൽ അതുവരെയുള്ള ബേബിയുടെ കാര്യങ്ങൾ, എൻ്റെ കാര്യങ്ങൾ, വീട്ടിലെ കാര്യങ്ങൾ, ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ എല്ലാം ഞാനായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ 0. അപ്പോഴെനിക്ക് മനസ്സിലായത്, എനിക്ക് ജോലിക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ഫാമിലീനെ ലീവ് ചെയ്യുന്നു എന്ന് പറയുന്ന തോട്ടിൽ നിന്ന് ഞാൻ മാറണം. വിത്തിൻ ദാറ്റ് ഐ ഷുഡ് ബി ഏബിൾ ടു ഫൈൻഡ് ഔട്ട് സംതിങ്. ദാറ്റ് ഈസ് വെൻ ഐ ടുക്ക് എ ബോൾഡ് ഡെസിഷൻ. അതുകൊണ്ടാണ് ഇപ്പം നിങ്ങളോടിരുന്ന് സംസാരിക്കുന്ന ഞാനിവിടെ എത്തിയത്. സോ വി ആർ ഗോയിങ് ടു ടോക്ക് അബൌട്ട് ദിസ്. നമ്മൾ പറയാൻ മടിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അമ്മമാർ. ലെറ്റ് us speak about that. And you don't want to miss the next series because I'm going to speak about the permission trap in that. See you soon.